അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, ഒരുപാട് പേര് ദുആയിൽ പ്രത്യേകം ഓർക്കണം ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഈ വിനീതിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സർവ്വസങ്കടങ്ങളും ഈ പൊരിശേക്കപ്പെട്ട രാവിൻ്റെ അറഫാ ദിവസത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി തുമ്മ അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശയാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അറഫായുടെ പുണ്യരാവിലേക്കാണ് ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ നാമൊക്കെ കയറാൻ പോകുന്നത്. അപാരമായ അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ് ഈ രാവിലേക്ക് കയറൽ, ഈ അറഫാ ദിവസത്തിലേക്ക് ചെല്ലൽ തന്നെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഫ്ളലുൽ അയ്യാമി യൗമ അറഫ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫാ ദിവസം, ദുൽഹിജ്ജ 9 ദിവസം. അത് ഇന്നത്തെ പരിശുദ്ധമായ മഗ്‌രിബോടെ ആ സൗഭാഗ്യം. അതോടൊപ്പം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയാണ്, ആ മഹാനുഭാവന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ യൗമ അറഫത അസറതു അലാഫി യൗമി. അറഫാ ദിവസത്തിന് 10,000 ദിവസത്തിൻ്റെ ഗഡ്സ് പവർ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മഹത്വവും വലിയൊരു സമുന്നതമായ ഗുണവും നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്നു. എന്താ ഈ പരിശുദ്ധമായ രാവിലെ അറഫാ ദിനത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ മഗ്‌രിബോടെ കയറി വന്ന രാവുണ്ടല്ലോ, ആ രാവിനെ നമ്മൾ ഒന്ന് പരിഗണിച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെട്ട് ഇടങ്ങേറായി അമൽ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഇന്നത്തെ രാവിനെ ഹയാത്താക്കുക എന്ന് പറയുന്നത്. സാധാരണ രാത്രി പോലെ നേരത്തെ കിടന്നുറങ്ങി ലൈറ്റൊക്കെ അണച്ച് ആ ഒരു രീതി അല്ലാതെ, ഇന്ന് വിളക്കണയാത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ലൈറ്റ് കത്തിച്ചിട്ട് കിടക്കണം എന്നല്ല, മാക്സിമം ഉറക്കം മാറ്റി വെക്കുന്നവർ മിനിമം ഇന്നത്തെ മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, സുബഹി നിസ്കാരം അത് ജമാഅത്തോടെ നിസ്കരിക്കാൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന അവസ്ഥയില്ലാതെ ജമാഅത്തായി നിസ്കരിക്കാൻ ഒരാളെങ്കിലും മതിയല്ലോ കൂടെ. അങ്ങനെ നിസ്കരിക്കാൻ ശ്രദ്ധിച്ചു കൊടുത്താൽ മിനിമം ഈ രാവിനെ ഹയാത്താക്കിയ കൂലി കിട്ടും. അതിൻ്റെ കൂലി എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വജബത്ത് ലഹുൽ ജന്ന എന്നാണ്. സ്വർഗം അവർക്ക് കിട്ടാൻ ഒരുപക്ഷേ സാധ്യതയുണ്ട് എന്നൊന്നും അല്ല ഹദീത്ത്. പിന്നെന്താ ഹദീത്ത്? വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവർക്ക് വുജൂബായി, നിർബന്ധമായി, പിന്നെ സംശയം പോലും വേണ്ട, അത്രയേറെ പുണ്യമായ അമലാണ്. അപ്പോൾ ഈ രാത്രിയിലെ അങ്ങനെ പ്രധാനപ്പെട്ട അമലുകൾ നമുക്ക് ചൊല്ലാനും ഓതാനും അറിയാവുന്ന പരിശുദ്ധമായ ദിക്ർ സ്വലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് കുറേ സമയം നമ്മൾ അതിനു വേണ്ടി വിനിയോഗിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ടാമത് പറയാനുള്ളത്, 2 വർഷത്തെ പാപങ്ങൾ പുറത്തു തരുന്ന സാധാരണ നോമ്പ്, സുന്നത്ത് നോമ്പുകൾ, ഫറള് നോമ്പ്, സുന്നത്ത് ഫറള് നിസ്കാരങ്ങൾ, ഖുർആനോത്ത്, ഹജ്ജ് കർമ്മങ്ങളൊക്കെ, ഈ കർമ്മങ്ങൾ കൊണ്ടെല്ലാം പൊറുക്കപ്പെടുന്നത് എന്താണെന്നറിയോ? സഗായിറുകളാണ്, ചെറിയ പാപങ്ങളാണ്. വൻപാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ വേണമെന്നാണ് പറയുന്നത്. എന്നാൽ മഹാനായ ഇമാം റംലി ഇമാമിൻ്റെയൊക്കെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ അറഫാ ദിനത്തിൻ്റെ സുന്നത്ത് നോമ്പ് കൊണ്ട് 2 വർഷത്തെ വൻപാപങ്ങൾ പോലും കരിഞ്ഞു പോകും, പൊറുക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇത് കാതിലൂടെ കൽബിലേക്ക് കയറണം. അള്ളാഹു ഇച്ചിരി ആഫിയത്ത്, അതായത് നോമ്പ് പിടിച്ചാൽ മരിച്ചൊന്നും പോകില്ല. അങ്ങനെയുള്ളവരെല്ലാം മുസ്ലിം ഉമ്മത്ത് മുഴുവനും നോമ്പുകാരായിട്ടാണ് ദുൽഹിജ്ജ 9 അറഫാ ദിവസത്തിൻ്റെ അന്നുണ്ടാകുന്നത്. അത് ഹാജിമാരല്ലാത്ത എല്ലാവർക്കും പ്രത്യേകം പറഞ്ഞിട്ടുള്ളതും കൂടെ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കാർക്ക് നാളത്തെ ബുധനാഴ്ച പകലിൽ നോമ്പാണ്, എന്ത് വില കൊടുത്ത നോമ്പാണ്. ഇനി ആ നോമ്പെടുക്കുന്നവർക്ക് 2 കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്ത് നോമ്പ് പിടിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ്. ശവ്വാലിൻ്റെ നോമ്പുണ്ട്, മുഹറം 9, 10 നോമ്പുണ്ട്, അതേപോലെ തന്നെ പരിശുദ്ധമായ ബറാഅത്തിൻ്റെ നോമ്പുണ്ട്, അങ്ങനെ പലതുണ്ട്. ഈ നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാ? അങ്ങനെ ഒരാൾക്ക് പിടിക്കണമെങ്കിൽ എന്ത് പിടിക്കണം? അറഫാടെ നോമ്പ് പിടിക്കണം. അപ്പോൾ ആ ഒരു പുണ്യം കൂടെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല, 1 വർഷത്തേക്ക് ദീർഘായുസ്. അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് സുവാർത്ത പറയുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല, എൻ്റെ വകയല്ല കേട്ടോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാം,
ഒരു സുവാർത്ത, ഒരു ഗുഡ് ന്യൂസ് പറയുന്നുണ്ട്. ഈ അറഫ നോമ്പ് ഒരാൾ എടുത്താൽ അടുത്ത വർഷം വരെ അതിനിടയിൽ അയാൾക്ക് മരണം പോലും ഉണ്ടാകില്ല എന്നതിൻ്റെ ഒരു സന്തോഷവാർത്ത ഇതിനകത്തുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറയാം. അപ്പോൾ എന്തുകൊണ്ട് സൗഭാഗ്യമുള്ള നോമ്പാണ്. കൃത്യമായിട്ട് നമ്മൾ ചുമ്മാ പട്ടിണി ഇടുന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ അറഫ നോമ്പുകാരായിട്ട് അള്ളാൻ്റെ മുന്നിൽ വരണം. അതിനെന്താ? അതിനെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒന്ന് നിയ്യത്തിൻ്റെ കാര്യമാണ്. ഒന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഏത് ദിവസമാണ് കൃത്യമായിട്ട്. കേരളക്കാർക്ക് ബുധനാഴ്ച നോമ്പെടുത്താലേ അറഫ നോമ്പ് കിട്ടുള്ളൂ. അപ്പോൾ ദിവസം കൃത്യമാകണം. അതോടൊപ്പം ഇന്നത്തെ രാത്രി നമ്മൾ നിയ്യത്ത് വെക്കാൻ മറക്കരുത്. എന്താ നിയ്യത്ത്? നവൈത്തു സൗമഗദിൻ അൻ സുന്നത്തി യൗമി അറഫത്ത. അറഫ ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പ് നാളെ ഞാൻ അനുഷ്ഠിക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നു അല്ലാഹ്. ഇതാണ് നിയ്യത്ത്. ഈ നിയ്യത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതെന്നതാ പരിശുദ്ധമായ അറഫ ദിവസത്തിൻ്റെ മാത്രമല്ല, അറഫ ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ചയുടെ സുന്നത്ത് നോമ്പ് കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കരുതുകയാണ് റബ്ബേ. ബുധനാഴ്ച ഒരു സുന്നത്ത് നോമ്പുണ്ട്, ഫുഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൂലി കൂടെ കരുതി കൊടുക്കണം. അതോടൊപ്പം നോമ്പ് ഖളാ വീട്ടാനുള്ളവരുണ്ടാവുമല്ലോ, എമ്പാടുണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രായപൂർത്തിയൊക്കെയായിട്ട് നോമ്പ് എത്രയോ നോമ്പ് പോയിട്ടുണ്ടാവും. ആ നോമ്പിൽ ഒരു നോമ്പ്, റമദാനിൻ്റെ നഷ്ടപ്പെട്ട ഒരു നോമ്പ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കരുതുന്നു അല്ലാഹ് നാളെ പിടിച്ചു വീട്ടാൻ. അപ്പോൾ നമുക്ക് 3 നോമ്പിൻ്റെ കൂലിയായി. എത്ര 10,000 ദിവസം പട്ടിണിയിടുന്ന കൂലി കിട്ടാൻ പോകുന്നത്. അത്രയും പവറുള്ള ദിവസമാണ്. അത് ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ നീയത്ത് ശ്രദ്ധിച്ച് ഇന്ന് കൃത്യമായിട്ട് 3 നീയത്തുകൾ വെക്കാം. എല്ലാവരും ഓർക്കണം. ഇനി 4ാമത്തെ കാര്യം, ഇതിൻ്റെ രാവും പകലും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ സകല സങ്കടങ്ങളും മാറാൻ വേണ്ടി നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു ദിക്ർ മഹാരഥന്മാരായ ഉലമാക്കൾ ഇവിടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ദിക്ർ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറ്റിത്തരും, പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും. അതോടൊപ്പം നടക്കാതെ കിടക്കുന്ന മുറാദുണ്ടല്ലോ, പെൻഡിങ് ആയി കിടക്കുന്ന വെയിറ്റ് ലിസ്റ്റിൽ അല്ലാണ്ട് ഒരുപാട് ദ്വാരുന്നു, ഒരുപാട് ചൊല്ലി ഓതി പറഞ്ഞു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല കാര്യം. അങ്ങനെ പെൻഡിങ് ആയി കിടക്കുന്ന കല്യാണത്തിൻ്റെ കാര്യമോ ജോലിയുടെ കാര്യമോ മക്കളുടെ കാര്യമോ കുടുംബത്തിൻ്റെ കാര്യം എന്തും ആയിക്കോട്ടെ, രോഗത്തിൻ്റെ കാര്യമാകാം, അതെല്ലാം ഒരു തീരുമാനമായി കിട്ടാതെ പെൻഡിങ്ങിൽ കിടക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ് ഇന്നത്തെ രാവും നാളത്തെ പകലും കൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിക്റാണ്. ഈ ദിക്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഷെറുകളൊക്കെ തട്ടിമാറിപ്പോകും. അതോടൊപ്പം രോഗങ്ങളൊക്കെ മാറാൻ എല്ലാം കൊണ്ടും ബെനിഫിറ്റ് നൽകുന്നൊരു ദിക്റാണ്. ഈ ദിക്റിൻ്റെ പ്രത്യേകത, ഇന്ന് ജീവിച്ചിരിക്കുന്ന 2 നബിമാർ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 2 നബിമാർ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ദുൽഹിജ്ജ 9 അറഫ ദിവസം. അവർ അറഫ ദിവസം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് 2 പേരും ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലുന്നു, എന്നിട്ടാണ് പിരിയുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ദിക്ർ ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്പെഷ്യൽ ദിക്റായിട്ട് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ദിക്ർ ലോകത്തിൻ്റെ എവിടെ നിന്ന് ചൊല്ലിയാലും ആ ഖളർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചൊല്ലുന്നവരിലേക്ക് നോക്കും എന്നൊക്കെ ഉലമാഇൻ്റെ ഇടയിൽ ചർച്ചയുണ്ട്. ഏതായിരുന്നാലും ഭയങ്കര പവറുള്ളതാണ്. ഇത് ഖുർആനിൻ്റെ കഷണത്തിൽ നിന്നുള്ള ദിക്റാണ്. ഇതുകൊണ്ട് മാറാത്ത ഒരു മുസീബത്തോ കണ്ണേറോ പ്രയാസങ്ങളോ സിഹറോ ഒന്നുമില്ല. എല്ലാറ്റിനെയും പിഴുതുകളയുന്ന വീര്യം കൂടിയ ദിക്റാണ്. ഇത് ഡെയിലി, ഇപ്പോൾ അറഫ ദിവസം കണ്ട എല്ലാ ദിവസത്തിലും ഡെയിലി രാവിലെയും വൈകിട്ട് ഒരു 3 വട്ടം ചൊല്ലാൻ കഴിഞ്ഞവർ ആ ദിവസത്തിലെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലൈഫിലൊന്ന് കണ്ടിന്യൂ ചെയ്യും. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് ഒരു 3 വട്ടം, ഒരു പ്രയാസം ഉണ്ടാകില്ല. റാഹത്തായിട്ട് സ്വർഗീയ ജീവിതമാണ്, ആനന്ദം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഉപയോഗപ്പെടുത്താം പ്രിയപ്പെട്ടവരെ. ഏതാണ് ആ ദിക്ർ എന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ദിക്ർ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സുഅ ഇല്ലല്ലാഹ്. ഇതാണ് ദിക്ർ. എളുപ്പം നമുക്ക് ചൊല്ലാനും പഠിക്കാനും പറ്റും. കണ്ടു ചൊല്ലിയാൽ മതിയല്ലോ. ഇതൊരു 100 വട്ടം ചൊല്ലണം. അറഫയുടെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ചൊല്ലിയാൽ മതി. രാത്രി 100 വട്ടം ചൊല്ലാൻ പറ്റി, പകലിൽ 100 വട്ടം പറ്റി, അൽഹംദുലില്ലാഹ്. അത് പെരുന്നാളാണ്, അവർക്ക് പെരുന്നാളാണ്, വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ ഒന്ന് ചൊല്ലി നോക്കണം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമത്തിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സുഅ ഇല്ലല്ലാഹ്. അതായത് അള്ളാഹുവിൻ്റെ കഴിവ്, പടച്ചോനെ നിൻ്റെ കഴിവും സഹായവും ഇല്ലാതെ ഒരു ചുക്കും നടക്കൂല, എന്നെ കൊണ്ടൊന്നും പറ്റൂല, എല്ലാ ഖൈറും നിൻ്റെ കയ്യിലാണ്, എല്ലാ നിഅമത്തും നീയാ തരുന്നത്, നിൻ്റെ പക്കന്നാണ് നിഅമത്തൊക്കെ. ഞാൻ അനുഭവിക്കാൻ പോകുന്ന അനുഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ നിഅമത്തും നിൻ്റെ കയ്യിലുള്ള നിഅമത്താണ്. നിന്നെ കൊണ്ടല്ലാതെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പറ്റില്ല. ഒരു പ്രോബ്ലം ഒന്ന് ഇഷ്യൂസ് ഒന്ന് പരിഹരിക്കണമെങ്കിൽ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഈ പറയുന്ന വാക്കാണ്. ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായി വാക്ക്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി നാളത്തെ പകലൊക്കെ മിനിമം ഒരു 100 വട്ടമെങ്കിലും 24 മണിക്കൂർ നമുക്ക് ചൊല്ലാൻ കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുമെന്ന ഉലമാക്കൾ പറയുന്നത്. എന്താ പറയുന്നതെന്നറിയോ?
എൻ്റെ തൃപ്തി നിങ്ങൾ വാങ്ങി, അതായത് എൻ്റെ പൊരുത്തം റിള നിങ്ങൾ വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അധ്വാനങ്ങളും എന്തിനാ അധ്വാനം? ചുമ്മാ ജീവിച്ചങ്ങോട്ട് പോകാനാണോ? അല്ല, അള്ളാൻ്റെ പൊരുത്തത്തിനാണ്. ഈ ലോകത്തൊരു മുഅ്മിൻ വരുന്നത്, ജീവിക്കുന്നത് ഈ അള്ളാൻ്റെ പൊരുത്തം നമുക്ക് കിട്ടും. അതോടൊപ്പം അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ തരാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ രോഗത്തിൻ്റെ കാര്യം, സമ്പത്തിൻ്റെ, വരുമാനത്തിൻ്റെ ഒക്കെ കാര്യം, കടത്തിൻ്റെ ഒക്കെ കാര്യം, മക്കളുടെ കാര്യം ഒന്ന് അള്ളാഹിനോട് ചോദിച്ചു നോക്കി, ഉടൻ സഡൻ തീരുമാനം ഉണ്ടാവും. അള്ളാഹ് പറയാം, ഞാൻ തരാം, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സൗഭാഗ്യമുള്ള ദിക്റാണ്. ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെച്ചാൽ മാത്രം പോരാ. എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ് കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളോട് പറയാം, നമ്മൾ മാത്രം കേട്ടു അത് ഉപയോഗപ്പെടുത്തി അങ്ങനെ സ്വാർത്ഥത പാടില്ല. നമ്മൾ കാരണമായി ഈ ഒരു അമൽ, കുഞ്ഞമൽ മറ്റൊരാൾ അറിഞ്ഞാലോ അവർ കൂടെ ചെയ്താലോ അവരുടെ കൂടെ നന്മ കിട്ടൂലേ നമുക്ക്? അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാകും ഈ നന്മ വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കും. മാക്സിമം നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഒന്ന് സ്റ്റാറ്റസ് വെക്കണം. ഇതിൻ്റെ ലിങ്കൊക്കെ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോകും. ഒരുപാട് മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ എത്രയോ 5-6 വർഷങ്ങളായി ഈ വിനീതിൻ്റെ കൂടെ നിൽക്കുകയാണ്, കട്ട സപ്പോർട്ടുമായി, ദുആയുമായി. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞവർ, ഹദിയ നൽകിയിട്ട് പരിശുദ്ധമായ രാവുകളിൽ ദുആയിൽ പ്രത്യേകം പറഞ്ഞവർ എല്ലാവരുമുണ്ട്. ഒരുപാട് പേര് മഹബത്ത്, സ്നേഹത്തോടെ നിൽക്കുന്നു. എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ, ബറക്കത്ത് കൊടുക്കട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ പ്രയാസം അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മഹല്ലിൽ നമ്മൾ ഖിദ്മത്തെടുക്കുന്ന മഹല്ലിൽ, അവിടുത്തെ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളിൽ, നമ്മളുടെ സ്ഥിരം നമ്മളെ കാണുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഇതേപോലെ ഒന്നിച്ചിരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.